ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ ഒരു സെൽഫ് കെയർ റൊട്ടീൻ അല്ലെങ്കിൽ പ്ലാനർ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. അപ്പം ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ബുക്ക് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു സുപ്രീമോൻ്റെ ബുക്കാണ്. യുവർ ഓൺലി കോമ്പറ്റീഷൻ ഈസ് ഓൺലി പോർഷണൽ, അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ 2020 പ്ലാനിങ് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ബുക്കാണ് കേട്ടോ, നല്ല സ്പൈറൽ ബാൻഡിങ് ഒക്കെ ഉള്ള ബുക്കാണ്. നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഈ ഒരു പ്ലാനർ ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. നമുക്കൊരു ബുക്ക് എടുക്കാം. ഞാൻ എല്ലാം വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് 2026 പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജാണ്, ഒരു ഫ്രണ്ട് പേജൊക്കെ ചെയ്തിട്ടുള്ള പേജാണ്. ഞാൻ ഇവിടെ താമര വരച്ചിട്ടുണ്ട്. ഞാനൊരു തീം സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തീം സെറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ തീം സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ, പിങ്ക്, വയലറ്റ്, ഇതാണ് നമ്മുടെ തീം. പിന്നെ വൈറ്റും ബ്ലാക്കും, ഈ 5 തീംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു തീമിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഫ്രണ്ട് പേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു വിൻറ്റേജ് വയലറ്റ് തീമിലുള്ള എന്ത് വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കവാ സ്റ്റിക്കേഴ്സ്, ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. 2026 പ്ലാനർ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു തോണി വരച്ചിട്ടുണ്ട് കേട്ടോ. കപ്പലല്ല തോണി. പിന്നെ ഒരു വലിയ ലോട്ടസിനെ വരച്ചിട്ടുണ്ട്. അതായത് ഈ തോണിയിൽ ഇങ്ങനെ വന്ന് ഈ ലോട്ടസിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. വെറുതെയാണ്. ഇവിടെ തോണി ഇവിടെ വന്നിട്ട് ലോട്ടസിനടുത്തോട്ട് വരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ള. ഈ പെണ്ണിനെ ശരിക്കും ഞാൻ ഇവിടെ വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ വിചാരിച്ച അങ്ങനെയൊന്നും വേണ്ട. ഈ പെണ്ണും ഈ ഒരു ലോട്ടസും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഇഷ്ടമായി. അപ്പോൾ നെക്സ്റ്റ് പേജ് നമ്മൾ മൈ പ്ലാൻ ഫോർ 2026 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു മുട്ടപ്പുളുസ പോലെ ഉണ്ട് കണ്ടിട്ട്. ഒരു ഫ്ലവർ, പിൻട്രസ്റ്റ് ഫ്ലവറാണ് ഉദ്ദേശിച്ചത്, ബട്ട് അത് ആ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഇതേ ഒരു പെണ്ണിങ്ങനെ ചാടി ഇങ്ങനെ നോക്കുന്ന ഇത് വെച്ചിട്ടുണ്ട്. ഈ പെണ്ണിവിടെ ഹായ് കാണിക്കുന്നു, ഈ പെണ്ണിങ്ങനെ ചാടി നോക്കുന്നത്. ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിക്കർ, കുഞ്ഞു സീക്വൻസ് സ്റ്റിക്കറില്ല, അതൊക്കെ. പിന്നെ മൈ പ്ലാൻ ഫോർ 2026 ഈ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ട് എഴുതുന്നത്. പിന്നെ ഈ ഒരു ഫ്ലവർ പിൻട്രസ്റ്റ് ആയിട്ട് നോക്കിയതാണ്, പക്ഷേ എത്ര ഇഷ്ടപ്പെട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ടു ഡു ഡെയിലി, നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എൻ്റെ കാര്യങ്ങളാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. സ്റ്റഡി, പഠിത്തം, സൺഡേ സാറ്റർഡേ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ ഗൈസ്. പിന്നെ ട്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ സെറ്റാക്കാം. ട്യൂഷൻ മൺഡേ ടു ഫ്രൈഡേ അങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം കേട്ടോ. 5:30 PM to 7, എനിക്ക് ആ ഒരു ടൈമിലാണ് ട്യൂഷനുള്ളത്. എക്സാം ഡേയ്സിന് 5 PM to 7 PM ആണ്. കുറച്ച് നേരത്തെ ഇറങ്ങും, നേരത്തെ അവസാനിപ്പിക്കുകയും ചെയ്യും. വാട്ടർ ഡെയിലി 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നടക്കുമെന്ന് ആർക്കറിയാം. എന്നൊക്കെ എഴുതൽ മാത്രമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. സ്കൂള് മൺഡേ ടു ഫ്രൈഡേ ടൈമിങ്, ബസ്, എക്സസൈസ് ഓൾ 7 days ചെയ്യണമെന്നാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ഡയറി നോക്കണം. എല്ലാ സൺഡേസും നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, ഈ ഒരു ഡയറിയുടെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ഇതിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ മൊബൈൽ ഫോൺ പിന്നെ വേണോ അല്ല. പിന്നെ ക്ലാസ് തുറക്കുന്ന ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴാണ് ഗൈസ് ക്ലാസ് തുറക്കുന്നത്? 5/1/2026 നിങ്ങൾക്ക് ക്ലാസ് തുറക്കുന്നത്. എൻ്റെ ക്ലാസ് അപ്പോഴാണ് തുറക്കുന്നത്. പിന്നെ ആ ഒരു ഫ്ലവർ തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മറ്റേ ഫ്ലവർ കൊളയെന്ന് തോന്നുന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വെറൈറ്റി മറ്റേ ഫ്ലവറിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള അപ്പോൾ അത് കൊളയെന്ന് തോന്നുന്നുകൊണ്ട് തന്നെ ഈ വെറൈറ്റിക്ക് ഈ 2 ഫ്ലവേഴ്സാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ക്ലാസ് ഓപ്പൺസ് എന്നൊക്കെ പറഞ്ഞെഴുതി ആഫ്റ്റർ ക്രിസ്മസ് ലീവ്. അതായത് നമ്മളെല്ലാ സീക്വൻസും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഈ ഒരു 2026 ഉണ്ടാക്കുന്ന എല്ലാ സീക്വൻസസും നമ്മൾ ഈ ഒരു ഡയറി, അതായത് ഡയറി അല്ല, ഈ ഒരു ബുക്കിൽ നമ്മൾ ഉൾപ്പെടുത്തി എഴുതുന്നതായിരിക്കും. അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാനൊരു ക്ലിപ്പ് മേടിച്ചെങ്കിൽ പോലും ഐ ബോട്ട് എ ക്ലിപ്പ് ടുഡേ എന്ന് വരെ ഞാൻ എഴുതും ഗൈസ്. അത് ഇതേപോലൊക്കെ ഡിസൈൻ ചെയ്തിട്ടൊക്കെ എഴുതണം. പിന്നെ മൈ പ്ലാൻ ആഫ്റ്റർ സ്റ്റഡിയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. +1 കഴിഞ്ഞ് +2 പഠിക്കണം, അതിന് മെഡിക്കൽ കോളേജിൽ പോകണം എനിക്ക്. പിന്നെ നീറ്റിന് കയറണം, പിന്നെ കോഴ്സൊക്കെ എടുക്കണം. പ്രാക്ടീസ് അണ്ടർ ഡോക്ടർ, അതായത് നമുക്ക് ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മളൊരു ഗോൾ ഉണ്ടാക്കണമല്ലോ, ആ ഒരു ഗോളാണ് ഇത്. പ്രാക്ടീസ് അണ്ടർ എ ഡോക്ടർ, അതായത് ഒരു ഡോക്ടറിൻ്റെ അടിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ചിൽഡ്രൻസിൻ്റെ ഡോക്ടറാണ്, കുഞ്ഞു പിള്ളേരുടെ. പിന്നെ നമ്മൾ ഒരു ക്വറ്റ് എഴുതി കൊടുത്താലുണ്ട്, വി ഷുഡ് നോട്ട് ഡ്രീം ഫോർ ഇറ്റ്, വി വാണ്ട് ടു വർക്ക് ഫോർ ഇറ്റ്.
APJ അബ്ദുൽ കലാമിൻ്റെയാണ്. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഹാർഡ് വർക്ക് വിൽ മേക്ക് യു സക്സസ് ബൈ APJ അബ്ദുൽ കലാം. ഞാൻ അങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടുകയാണ്. പിന്നെ മൈ ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യണം. ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗോളാണ്. അപ്പോൾ ഗോൾ സെറ്റ് ആയാലേ നമ്മുടെ ആ ഒരു വർഷം നന്നാവും എന്നാണ് പറയുന്നത്. അറിയില്ല, നമ്മൾ ആദ്യം തന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ആലോചിച്ചത് ഈ ഗോൾ സെറ്റ് ചെയ്തത്. ഞാൻ മൈ ഗോൾ ഡോക്ടർ. എനിക്കിവിടെ എഴുതാനായിട്ട് ഇഷ്ടമല്ല. ഞാനിത് എഴുതിക്കൊണ്ടിരുന്ന് ഇത് എഴുതി ഇവിടേക്ക് ആയപ്പോഴൊക്കെ ആയിരുന്നു ഞാൻ ഓർത്തത് അയ്യോ ഗോൾ എഴുതിയില്ലല്ലോ എന്ന്. ഞാൻ ഇവിടെ എഴുതി. പിന്നെ ഹെൽത്ത് ഓർ സ്കിൻ കെയർ ആൻഡ് ഹെൽത്ത് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈറ്റ് 1 പൊമോഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതളം ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈച്ച് ഡേ